നമസ്കാരം. ADGP അജിത് കുമാർ IPS അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, DGP കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പദവി. ADGPമാർ പലരുണ്ട്. ക്രമസമാധാനത്തിനുണ്ട്, ഫയർഫോഴ്സിലുണ്ട്, പല ലാൻഡ് ഓർഡർ പോലെ പല വിഭാഗത്തിന് ADGPമാരുണ്ട്. വിജയൻ IPS ADGP ആണ്. പിന്നെ അജിത് കുമാർ, ശ്രീജിത്ത്, അജിത് കുമാർ, ഒത്തിരി പേരുണ്ട്. അജിത് കുമാർ കഴിഞ്ഞ പിണറായിയുടെ കാലത്ത് വലിയ വിവാദങ്ങളിൽ ചെന്നപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ വീട് വെപ്പുമായിട്ടുള്ള വിവാദം, വീട് വെപ്പ് പൂർത്തിയായിട്ടില്ല, അതിന്റെ വിവാദം കിടക്കുന്നു കവടിയാറിലെ. പിന്നെ സ്വപ്നയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ അദ്ദേഹമുണ്ട്. മുട്ടൽ മരമുറി കേസുമായിട്ടുള്ള വിവാദങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അൻവറുമായിട്ട് അദ്ദേഹം വല്ലാതെ കൊരുത്തു. വലിയ വിവാദമായിരുന്നു ADGP അജിത്തിന്റെ പിണറായിയുമായിട്ടുള്ള കാലഘട്ടം. എന്നാൽ കാലം കഴിഞ്ഞു. ADGP അജിത്തിനെ തന്നെ പല സ്ഥലത്തേക്ക് മാറ്റി. DGP കാഡറിലൊക്കെ വന്നെങ്കിലും അദ്ദേഹത്തിന് DGP സ്ഥാനം കൊടുക്കാതെ പല സ്ഥലത്തേക്കൊക്കെ മാറ്റി. അങ്ങനെ പ്രശ്നങ്ങളൊന്ന് തണുത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു പ്രശ്നം കുത്തിപ്പൊക്കി വന്നിരിക്കുകയാണ്. ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ നവകേരള സദസ്സിന്റെ വാഹനത്തിന് പോയപ്പോൾ രണ്ട് ചെറുപ്പക്കാർ കരിങ്കൊടി കാണിച്ചു. എത്രയോ വലിയ വാഹനമാണ് പോകുന്നത്, AC വാഹനം, കണ്ണാടിയിട്ട പോകുന്നു. വളരെ വലിയൊരു വാഹനം മുമ്പ് രണ്ടുപേരിൽ നിന്ന് പിന്നെ കരിങ്കൊടി കാണിച്ച വലിയ പ്രശ്നമാണോ? അവരെ മാറ്റി പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിനുശേഷം ഗൺമാൻമാർ 4 പേർ ഇറങ്ങി തല്ലി. അത് വലിയ വിവാദമായി. അതിലൊരാൾ ഇപ്പോൾ MLA ആണ്. അവർ അന്ന് തന്നെ അവർ കൊണ്ട് കേസ് കൊടുത്തു. അന്ന് DGP വലിയ പ്രതിപക്ഷം വലിയ ബഹളമെന്നുണ്ടാക്കിയപ്പോൾ DGP റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ റിപ്പോർട്ട് തയ്യാറാക്കിയ SP സ്ഥലം മാറ്റി, ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് സ്ഥലം മാറ്റി എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. ആ റിപ്പോർട്ട് തിരുത്താൻ ADGP ശക്തമായി പറഞ്ഞെന്നും അന്ന് ഉരുൾപൊട്ടലിന്റെ കാലമാണെന്നും അതുകൊണ്ട് ഉരുൾപൊട്ടൽ കാലമായതുകൊണ്ട് ഇത് തിരുത്തി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല, നിങ്ങൾ തിരുത്തിക്കോളിൽ നിന്ന് പറഞ്ഞ് പിണറായിയെ രക്ഷിക്കാൻ, ആ ഗൺമാൻമാരെ രക്ഷിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ ശശിയുടെ നിർദ്ദേശപ്രകാരം, മുഖ്യമന്ത്രി ഓഫീസിലെ ശശിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം. അങ്ങനെ ശശിയുടെ നിർദ്ദേശപ്രകാരം ഇത് ചെയ്തപ്പോൾ ADGP അതിന് കൂട്ടുനിന്നുവെന്നും ADGP കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ വെള്ളം ചേർത്തുവെന്നും മായം ചേർത്തുവെന്നും ഒക്കെയുള്ള വലിയ വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തോമസ് MLA പ്രത്യേകിച്ച് കത്ത് കൊടുത്തു. 2 കത്ത് കൊടുത്തായിരുന്നു. ആദ്യം ഒരു കത്ത് കൊടുത്തു, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ SITയെ SP ഷൗക്കത്ത് അലിയെ വെച്ചുകൊണ്ടൊരു SITയെ കൊണ്ടുവന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്വേഷിക്കുമ്പോൾ മുഴുവൻ കിട്ടുന്നത് ഈ ഗൺമാൻമാർക്കും പോലീസുകാർക്കും പിന്നെ അതുപോലെ തന്നെ അന്നിൽ പങ്കെടുത്തവർക്കും ADGPക്ക് എതിരായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചൈത്ര തെരേസ എന്ന SP അന്ന് അവർ വളരെ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് മുക്കി അതെല്ലാം ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുറത്ത് വരുന്ന റിപ്പോർട്ടിൽ വളരെ ഗൗരവമായി രണ്ടാമത് MLA തോമസിന്റെ ഒരു പരാതി, ഇദ്ദേഹത്തെ ADGPയെ കൂടി കൊടുക്കണം മീൻസ് ADGPയെ കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ADGP കുടുങ്ങുമോ എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. കുടുങ്ങുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും രമേശ് ചെന്നിത്തല ഇന്നലെ വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്, ആര് തെറ്റ് ചെയ്താലും റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിൽ തെറ്റിന്റെ ഭാഗമുണ്ടെങ്കിൽ കൃത്യമായി അത് പരിശോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു രസകരമായ കാര്യം കൂടി ഉണ്ട്, അതുകൂടി അറിഞ്ഞിരിക്കണം. വിജയൻ IPS എന്ന് പറയുന്ന അദ്ദേഹത്തെ വല്ലാതെ കഴിഞ്ഞ ഗവൺമെന്റ് ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ADGP അജിത്തിനൊരു പങ്കുണ്ട് എന്നുള്ളൊരു വാദവും അന്ന് വാർത്തകളായി വന്നിരുന്നു. ആ വിജയൻ IPS ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ഗുഡ് ബുക്കിലാണ്. അദ്ദേഹം ലാൻഡ് ഓർഡറിന്റെ ഭാഗത്തിലേക്കൊക്കെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പിന്നെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ADGP ആയിട്ടൊക്കെ മാറുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഒരു വിഷയവും തീർച്ചയായിട്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാലത്തിന്റെ കാവ്യനീതി പോലെ നേരത്തെ വിജയൻ IPSനെ സസ്പെൻഷനിലേക്ക് പോയി ഉപദ്രവിച്ചെങ്കിൽ ADGP അജിത്തിന് മറ്റൊരു തരത്തിലേക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, ഇതൊരു നടപടിയിലും സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ പോലീസ് ഓഫീസർമാരും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇതൊക്കെ ഒരു പാഠമാകേണ്ടതാണ്. അജിത് കുമാർ IPSനെ പോലെയുള്ള ആളുകൾക്കും എല്ലാവർക്കും ഒരു പാഠമാകേണ്ടതാണ്. കക്കയം ക്യാമ്പ് നടന്ന കാലഘട്ടത്തിലൊക്കെ രാജൻ കേസിലൊക്കെ ഇതുപോലെ ഒത്തിരി ആളുകളുടെ പേരൊക്കെ പറഞ്ഞു കേട്ടോ. ജയറാം പടിക്കലിന്റെയും പിന്നെ നാരായണന്റെയും ഒക്കെ ഒത്തിരി ആളുകൾ, പുലിക്കോടൻ നാരായണൻ, ഒത്തിരി പേരുകളൊക്കെ, പിന്നെ അവർക്കെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി. ഒന്നുകിൽ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ കൊണ്ട് തലവെക്കുന്നവർക്ക് കുറച്ചുകൂടി ജെനുവിനായി ഈ വിഷയങ്ങളിൽ ഇടപെടാതിരുന്നാൽ തീർച്ചയായിട്ടും ഗൗരവതരമായ പ്രതിസന്ധികൾ വരാം. ഇന്നല്ലെങ്കിൽ നാളെ വരാം. ഭരണം മാറി മാറി വരുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ
വീണ്ടും മൂന്നാമതും പിണറായി വരും എന്നാണ് പലരും ധരിച്ചത്. അങ്ങനെ വന്നിരുന്നില്ലെങ്കിൽ ആ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു, ഒന്നും സംഭവിക്കില്ലായിരുന്നു. ശശി വീണ്ടും പോലെയുള്ള ആളുകൾ വീണ്ടും കേസ് എടുത്ത് കളയുമായിരുന്നു. പക്ഷെ ഇതല്ല, അതെല്ലാം പോയി. വളരെ കൃത്യമായി ഒരു വന്നു, ഭരണമാറ്റം വന്നു. രമേശ് ചെന്നിത്തലയെ പോലുള്ള പരിണിതപ്രജ്ഞനായ പക്വതയുള്ളൊരു മിനിസ്റ്റർ വന്നു ആഭ്യന്തര വകുപ്പിന്. സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിക്കപ്പെടും. അന്വേഷിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ ADGP അജിത്ത് കൂടി ഭാഗവാക്കാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹവും കുടുങ്ങും. അദ്ദേഹത്തിന്റെ പേരിലും നടപടി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. നമുക്കറിയില്ല ഏത് ലെവലിലാണ്, എത്ര ലെവലിലാണ് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും രസകരമായ വാർത്തകളാണ് ഓരോ ദിവസവും ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത്.